ജടായുവിനു മോക്ഷം നൽകി രാമലക്ഷ്മണന്മാർ ദുഃഖഭാരത്തോടെ വനങ്ങളിൽ സീതയെ അന്വേഷിച്ചു നടന്നു. സീതയെ കണ്ടുകിട്ടായ്കയാൽ ദുഃഖിച്ചു നടക്കുമ്പോൾ ഒരു സത്വത്തെ മധ്യമാർഗം കാണാനിടയായി. ലക്ഷ്മണ, നീ ഈ സത്വത്തെ നോക്ക്. അവനിപ്പോൾ നമ്മെ ഭക്ഷിക്കും, സംശയമില്ല. ഇവൻ പക്ഷിയുമല്ല, മൃഗവുമല്ല, വിചിത്ര ജീവി തന്നെ. ഈ രക്ഷസ് പിടിച്ചു ഭക്ഷിക്കും മുമ്പ് നമ്മെ രക്ഷിക്കാനുള്ള വഴി ആലോചിക്കാം. ഈശ്വര കൽപ്പിതമേ നടക്കൂ. രാമൻ ഇപ്രകാരം ആകുലഭാവം പൂണ്ടപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഈ വ്യാകുലഭാവം എന്തിനാണ്? നമുക്കവൻ്റെ ഓരോ കരം ഛേദിക്കാം. അപ്പോഴേക്കും അടുത്തുവന്ന ആ സത്വത്തിൻ്റെ ദക്ഷിണകരം രാമനും വാമകരം ലക്ഷ്മണനും ഛേദിച്ചു. അതിശയം കൊണ്ട് ആ സത്വം രാമലക്ഷ്മണന്മാരോട് ചോദിച്ചു, എൻ്റെ കൈകളെ അറുക്കാൻ ശക്തിയുണ്ടായ നിങ്ങൾ ഇരുവരും ആരാണ്? അത്ഭുതകാരന്മാരായ നിങ്ങൾ സൽപുരുഷന്മാരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഈ ഘോരവനത്തിൽ വരാൻ കാരണമെന്താണ്? സത്യം പറയണം. രാമൻ പറഞ്ഞു, കേൾക്കൂ, പറയാം. ഞാൻ അയോധ്യാധിപതി ദശരഥൻ്റെ മൂത്തപുത്രൻ രാമൻ എന്നു നാമം. ഇവൻ എൻ്റെ അനുജൻ ലക്ഷ്മണൻ. എൻ്റെ ഭാര്യയായ സീത കൂടെയുണ്ടായിരുന്നു. ഞങ്ങൾ മൂവരും വനത്തിൽ കൂടി സഞ്ചരിച്ചു. പഞ്ചവടിയിൽ വന്നു താമസിച്ചു. സീതയെ ആരോ കട്ടുകൊണ്ടുപോയി. ഞങ്ങൾ അവളെ അന്വേഷിച്ച് നടക്കുമ്പോൾ നിന്നെ കണ്ടുമുട്ടി. പറയൂ, ഇനി നിങ്ങൾ ആരാണ്? എന്താണ് ഈ വികൃത വേഷം ധരിച്ചിരിക്കുന്നത്? നിന്റെ കൈകൾ ഞങ്ങൾ വേഷ്ടിക്കപ്പെടുമെന്ന് വിചാരിച്ച് പ്രാണരക്ഷാർത്ഥം കൈകൾ ഛേദിച്ചതാണ്. അവൻ പറഞ്ഞു, നിന്തിരുവടി തന്നെ ശ്രീരാമനാണെങ്കിൽ ഞാൻ ധന്യനായി. ഞാൻ ഒരു ഗന്ധർവനാണ്. യുവയൗവനത്തിൽ മതിച്ചു നടക്കുമ്പോൾ അഷ്ടവക്രനെ കണ്ടു പരിഹസിച്ചു. അദ്ദേഹം കോപിച്ച് എന്നെ ശപിച്ചു. രാക്ഷസനായി പോകട്ടെ. ശാപവൃത്താന്തം കേട്ട് ഞാൻ ദുഃഖിച്ചു. പിന്നെ ക്ഷമായാചനം ചെയ്ത് ശാപമോക്ഷം അപേക്ഷിച്ചു. സന്തുഷ്ടനായ മുനി ശാപമോക്ഷം അരുളി. സാക്ഷാൽ ശ്രീനാരായണൻ ത്രേതായുഗത്തിൽ ദശരഥ നന്ദനായി പിറന്ന് നിന്റെ മുന്നിലെത്തി ബാഹുക്കളറുക്കുമ്പോൾ ശാപമോക്ഷം ലഭിക്കും. പൂർവ്വരൂപം കിട്ടും. ആ ശാപം നിമിത്തമാണ് ഞാൻ രാക്ഷസനായത്.